ഹായ് ഓൾ, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ വീഡിയോ എന്തായെന്ന് കാണാം. വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ്. അതായത് പറഞ്ഞാൽ ശ്രുതിയുടെ റൂമിലേക്ക് മീര വരികയാണ്. ശ്രുതി പറഞ്ഞയച്ചിട്ടാണ് വരുന്നത്. പക്ഷേ റൂമിൽ കയറിയിട്ട് കാര്യം പറയുന്നതിന് മുമ്പേ തന്നെ ചന്ദ്ര അവിടേക്ക് എത്തി. അപ്പോൾ ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ശ്രുതി റെഡിയായോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ പറയാണ്, ചന്ദ്ര പറയാണ്, നീ എന്തിനാ അത് നോക്കുന്നത്, ശ്രുതിയല്ലേ അത് ശ്രദ്ധിക്കേണ്ടത്, നിനക്കെന്താ ഇവിടെ കാര്യം എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ശ്രുതി പറഞ്ഞയച്ചിട്ട് വരികയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ശ്രുതിയോട് എന്തോ ശ്രുതിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറയാണ്, നീ ഇവിടെ നിന്ന് നീ ഇവിടെ നിന്ന് പോയിക്കോ, ശ്രുതി ഇവിടെ നിന്ന് ഡ്രസ്സ് മാറ്റിക്കോട്ടെ, നീ പോയിട്ട് ശ്രുതിയുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞേക്കാണ്. അവനെ നോക്കുവാണ് ആ സമയത്ത്. അപ്പോൾ അവൻ പറയാണ്, അമ്മ പറയാണ്, നീ എന്തിനാ അവനെ നോക്കുന്നത്? അപ്പോൾ ശ്രുതി പറയുന്നു, അല്ലമ്മേ അതല്ല, ശ്രുതിക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് മീര വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മ ചോദിക്കുന്നു, എന്ത് പറയാൻ? അതിൻ്റെ ഇടയിൽ മീര പറഞ്ഞു, ഇല്ല, ഒന്നും പറയാനില്ല, ശ്രുതി റെഡി ആയിക്കോളൂ, ഞാൻ ശ്രുതിയോട് പറയാം ശ്രുതി റെഡി ആയിട്ടില്ല എന്ന്. പിന്നെ ബാമ പറയാണ്, എന്തോ പന്തികേടുണ്ടല്ലോ. അപ്പോൾ അമ്മ പറയാണ്, ശ്രുതി നിൻ്റെ കല്യാണം നടക്കാൻ പോവുക. അപ്പോൾ ഈ സമയത്ത് നീയും ഒരു പെണ്ണും ഒരു മുറിയിൽ തനിയെ കാണുന്നവരെന്ത് വിചാരിക്കും? അപ്പോൾ ശ്രുതി പറയാണ്, അമ്മേ ഞാൻ പറഞ്ഞില്ലേ, ശ്രുതി പറഞ്ഞു വിട്ടത് അവളെ എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ചന്ദ്ര പറയാണ്, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പറയാം, നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. പിന്നെ മാല കെട്ടുന്നവരെയാണ് കാണിക്കുന്നത്. അതിനുശേഷം അവിടെ വന്നിട്ട് ശ്രീകാന്ത് ഇരിക്കുകയാണ്. ശ്രീകാന്ത് ചോദിക്കുന്നു, മാല റെഡിയായോ ആൻറ്റി? ഇല്ല മോനെ, ഇപ്പം റെഡിയാവും. ഒരു 5 മിനിറ്റ് മോനെ, മോൻ ചെല്ലേ, ഞാൻ കൊണ്ടുവന്നോളാം, കുഴപ്പമില്ല ആൻറ്റി, ഞാനിവിടെ ഇരിക്കാം. അപ്പോൾ ദേവു പറയാണ്, വെറുതെ ഇരിക്കണ്ട, എങ്ങനെയാ മാല കെട്ടുന്നതെന്ന് നോക്കി പഠിച്ചോ. അമ്മ പറയാണ്, എന്തിനാടി അവൻ പഠിക്കുന്നേ? അപ്പോൾ ശ്രീകാന്ത്, ഇരിക്കട്ടെ ആൻറ്റി, ഇതും ചെറുതായിട്ട് അറിഞ്ഞിരിക്കണം. പഠിച്ചാലൊരു ഗുണമുണ്ട്, നാളെ നിൻ്റെ കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യയ്ക്ക് തലയിൽ ചൂടാനുള്ള പൂവൊക്കെ നിനക്ക് തന്നെ റെഡിയാക്കാം, അതും നീ തന്നെ കേട്ടില്ലേ. അപ്പോൾ അവൾ ഒന്ന് അമ്മയെ നോക്കി, അമ്മയും അവളെ നോക്കുകയാണ്. എന്നിട്ട് അമ്മ ചോദിക്കുകയാണ്, അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവൾ നന്നായിട്ട് പൂമാല കെട്ടുന്നുണ്ടല്ലോ, ഭാര്യയ്ക്ക് ചൂടാൻ വേണമെങ്കിൽ ഇവളടുത്ത് വന്നിട്ട് വാങ്ങിക്കാലോ. ഓ, അപ്പോൾ ദേവു പറയാണ്, അതിന് നീ ഇങ്ങോട്ട് വരണമെന്നില്ല, പൂ കെട്ടുന്ന സ്പെഷ്യലിസ്റ്റ് നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ചേച്ചി എന്നേക്കാൾ നന്നായിട്ട് പൂ കെട്ടും. അത് ഞാൻ കണ്ടതല്ലേ, എന്തൊരു സ്പീഡാണ് ഏട്ടത്തിക്ക്. പൂക്കെട്ടൽ മാത്രമല്ല, ഏട്ടത്തി നന്നായിട്ട് പാചകവും ചെയ്യും. പാചകത്തിന് നിൻ്റെ അത്രയും വരില്ല, നീയല്ലേ അതിന് എക്സ്പേർട്ട്. ഒരു ദിവസം നീയും കൂടി വാ, ഒരു ദിവസം നിന്നെ ഞാൻ പാചകം പഠിപ്പിക്കാം. അപ്പം നിനക്ക് നിൻ്റെ കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ ഹസ്ബൻഡിന് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതിന് നീയുണ്ടല്ലോ. ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ പൂ കെട്ടിവെക്ക്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. അവൻ പോയി കഴിഞ്ഞപ്പോൾ അമ്മ പറയാണ്, ദേവു നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതെങ്ങാനും അവൻ്റെ അമ്മ കേട്ടാൽ പിന്നെ അത് മതി, വഴക്ക് രേവതി മോൾക്കായിരിക്കും കിട്ടുക. ഒന്ന് ചുമ്മാതിരിക്കമ്മേ, ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കായാൽ പിന്നെ എന്താ ചെയ്യുക. അപ്പോൾ അവിടേക്ക് അച്ചമ്മ വന്നു. എന്നിട്ട് പറയാണ്, ആഹാ ലക്ഷ്മി ഇവിടെ ഇരിക്കുക, ആളുകൾ എന്ത് പറയും മോളെ, നീ മണ്ഡപത്തിലേക്ക് വാ, മാലയൊന്ന് കെട്ടിത്തീർത്തോട്ടെ അമ്മേ, ഞാൻ വന്നേക്കാം. അതൊക്കെ ദേവ് കെട്ടിക്കോളും, നീ വാ. അമ്മ ചെല്ല്, ഞാൻ ചെയ്തോളാം, വാ ലക്ഷ്മി വാ. അപ്പോൾ അമ്പലത്തിലെ പൂജാരി വിളിക്കുകയാണ്, ദേവതി ഇവിടെ വാ, ഇവിടേക്ക് തിരി കത്തിച്ചോളൂ, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് പൂജാരി പോയി. അപ്പോൾ രേവതി എല്ലാത്തിലും വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് തിരിയൊക്കെ ശരിയാക്കിയിട്ട് വിളക്ക് കത്തിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര അവിടെ എത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നീ ചെയ്യുന്നത്? വിളക്ക് കത്തിക്കുന്നു. ആരാ നിന്നോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ? അപ്പോൾ ചന്ദ്ര പറയാണ്, നീ വീട്ടിൽ വന്ന് വിളക്ക് വെക്കാൻ തുടങ്ങി, വീടൊരു വഴിയായി. പത്രങ്ങളിൽ ദിവസം വാർത്ത വരുന്നത് പോലെയാ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഓരോ ദിവസം എന്താ നടക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ എൻ്റെ മോൻ്റെ വിവാഹം നടക്കാൻ പോവുക, അവൻ്റെ ജീവിതം സന്തോഷത്തോടെ നടക്കണം. നീ വിളക്ക് വെച്ചാലേ ആ സന്തോഷം കെടും, അവന് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. നീ വിളക്ക് വെച്ച് എങ്ങനെ ശരിയാവടി? നീയോ ഒരു ദരിദ്രം പിടിച്ചവൾ. പിന്നെ അല്ലേ ചന്ദ്രേ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബാമ പറയാണ്. അപ്പോൾ ബാമയോട്, ബാമേ നിനക്ക് ഇവളെക്കുറിച്ച് എന്തറിയാം? ഈ രാശിയില്ലാത്തവളെക്കുറിച്ച് ഒന്നും നിനക്കറിയില്ല. ഇവൾ വിളക്ക് വെച്ചാൽ, ഇവൾ വീട്ടിൽ വിളക്ക് വെക്കുന്നതും മൂദേവിയെ പ്രതിഷ്ഠിക്കുന്നതും രണ്ടും ഒരുപോലെയാണ്. ഇവൾ വിളക്ക് വെച്ചാലേ വിവാഹം ഭംഗിയായിട്ട് നടക്കുകയില്ല, ചിലപ്പം അതും മുടങ്ങിയേക്കാം. അത്രയ്ക്ക് രാശി കെട്ടവളാ ഇവൾ. നിന്നോടാരാ ഇപ്പോൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി പറഞ്ഞേ? അവളവിടെ നിന്ന് കരയാണ്.
തിരുമേനി പറഞ്ഞിട്ടാ ഞാൻ വിളക്ക് വെക്കുന്നത്. അവർ പറഞ്ഞെന്ന് കരുതി നീ അത് ചെയ്യണോ? അവരുടെ സംസാരം കേട്ടാൽ തോന്നും നീ ക്ഷേത്രത്തിൽ പിറന്ന ദൈവപുത്രിയാന്ന്. മുമ്പേ വന്ന് അവരോട് പറഞ്ഞിരുന്നോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ പുകഴ്ത്തി പറയണമെന്ന്? ഇവിടെ നടക്കുന്ന കല്യാണങ്ങൾക്കെല്ലാം ഞാനാ ഒരുക്കം ചെയ്യാറ്. അതാ അതെ, അവർ തരുന്ന നക്കാപ്പിച്ച മേടിച്ചിട്ടല്ലേ? എനിക്ക് നിന്റെ സേവനം വേണ്ട. ഞാൻ ആരോടും കാശ് വാങ്ങിക്കാറില്ല. നീ ഒരുക്കം നടത്തി കല്യാണം കഴിച്ചവരുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്കിപ്പോൾ ഊഹിക്കാം. നീ എൻ്റെ മോൻ്റെ ജീവിതം കെടുത്തണ്ട. പോയി വന്നവർക്ക് ചായയും കാപ്പിയും കൊടുക്ക്. ഒരുക്കം നടത്താൻ വന്നിരിക്കുന്നു. പോ എൻ്റെ മുന്നിൽ നിന്ന്. രേവതി കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ തിരുമേനി വന്നിട്ട് പറയാണ്, രേവതി എന്തേ വിളക്ക് വെക്കാത്തത്? അപ്പോൾ തിരുമേനിയോട് ചന്ദ്ര പറയാണ്, അതൊക്കെ ഞാൻ ചെയ്തോളാം, അവൾക്ക് ചെയ്യാനേ വേറെ ജോലിയുണ്ട്. അവർ ഫസ്റ്റ് തീപ്പെട്ടിക്കൊള്ളി വരച്ച് വിളക്ക് വെക്കാൻ വേണ്ടി കത്തിച്ചപ്പോൾ തന്നെ വിളക്ക് കത്തിയുമില്ല. അവരെ കൈയും കൊള്ളി താഴെ വീഴുകയും ചെയ്തു. തിരുമേനിയോട് പറയാമെന്ന്, എൻ്റെ മനസ്സ് ശരിയില്ല, അതാ. രണ്ടാമത്തെ കൊള്ളി വരച്ച് കത്തിക്കുമ്പോഴേക്കും അതും കെട്ടു. അപ്പോൾ തിരുമേനി പറയാണ്, ഇതാണ് ഞാൻ രേവതിയോട് കത്തിക്കാൻ വേണ്ടി പറഞ്ഞത്. അവളാകുമ്പോൾ ഒരു നിമിഷം കൊണ്ട് എല്ലാ തിരിയും കത്തിക്കും. കാറ്റടിക്കുന്നു, അതാ കെട്ടത്, അതിന് ഞാനെന്ത് ചെയ്യാനാ? ഇത് ഞാൻ നോക്കിക്കോളാം. തിരുമേനിയുടെ ജോലി ചെയ്യേ. വേഗം വേണം, ഇന്നത്തേക്കാണ്. ഓ. അവർ കുറേ കൊള്ളി ഉരച്ചു കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ കത്തുന്നില്ല. എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നവീനെയാണ്. നവീൻ അവൻ്റെ വണ്ടിയിൽ കയറിയിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. വണ്ടി എടുത്തോ, പോകാം. നവീന് കോള് വന്നു. ഹലോ, ഞാനങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. നീ കണ്ടോടാ, അവൾ എൻ്റെ കയ്യിൽ തന്നെ വന്ന് വീഴും. അവളെ ജീവിക്കാൻ വിടില്ല ഞാൻ. ചോദിക്കാനും പറയാനും ആരുമില്ല അവൾക്ക്. ഞാൻ പറഞ്ഞതുപോലെ നീ എല്ലാം റെഡിയാക്കിക്കോ. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. ഇന്ന് ഞാൻ അവളെ തൂക്കിയെടുത്തുകൊണ്ട് വരും. നവീൻ കയറിയതാണോ ആരുടെ വണ്ടിയിലാണോ? സച്ചിയുടെ വണ്ടിയിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നവീൻ സംസാരിക്കുന്നത് മുഴുവൻ സച്ചി കേൾക്കുകയാണ്. അപ്പോൾ സച്ചി ഒന്ന് കണ്ണാടിയൊക്കെ തിരിച്ചു വെച്ച് ആളാരാണെന്ന് നോക്കുകയാണ്. എന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതി പറയുകയാണ്, മീര, ഞാൻ നിന്നോട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ കൂട്ടാതെ വന്നത്? അപ്പോൾ മീര പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാ ശ്രുതി? അതിനിടയിൽ നിൻ്റെ ആൻറ്റി വന്ന് എന്നെ വിരട്ടി വിട്ടില്ലേ? നവീൻ ഇവിടെ എത്തും മുമ്പേ ശ്രുതിയോട് എല്ലാം പറഞ്ഞേ തീരൂ. നേരിട്ട് കണ്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫോൺ വിളിച്ച് പറയാം. അവൻ എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കട്ടെ. അവൻ ഫോൺ എടുത്ത് എന്നിട്ട് പറയാണ്, ഹലോ ശ്രുതി, ഞാൻ നിന്നെക്കുറിച്ച് ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴാ ശ്രുതി ഇങ്ങോട്ടേക്ക് വിളിച്ചത്. മീര വന്ന് പറഞ്ഞു നിനക്കെന്നെ കാണണം, സംസാരിക്കണം എന്നൊക്കെ. എനിക്ക് ശ്രുതിയോട് സംസാരിക്കണം ശ്രുതി. എനിക്കും നിന്നോട് സംസാരിക്കണം, കണ്ടുകൊണ്ടേയിരിക്കണം എന്നൊക്കെ തോന്നുക. നമ്മൾ ഇതുവരെ ആഗ്രഹിച്ചതാണല്ലോ നടക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയൊരു വിതൾ ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഒന്ന് പെട്ടെന്ന് താലികെട്ട് നടന്നാൽ മതിയായിരുന്നു അല്ലേ ശ്രുതി? സമയം ഇഴഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നു. ശ്രുതിക്കും എൻ്റെ അതേ അവസ്ഥ തന്നെയാണോ ശ്രുതി? എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്. പറയൂ ശ്രുതി. എന്നെ ശ്രുതി മനസ്സിലാക്കണം ശ്രുതി. ഞാൻ ശ്രുതിയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ശ്രുതി മാത്രമേ ഉള്ളൂ. താലികെട്ട് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന് എത്രയോ മുമ്പേ ഞാൻ ശ്രുതിയെ എൻ്റെ പുരുഷനായിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ചുള്ളതെല്ലാം എനിക്ക് ശ്രുതിയോട് തുറന്ന് പറയണമെന്ന് തോന്നി. ശ്രുതിയെ ചതിക്കാൻ പറ്റില്ല എനിക്ക്. ശ്രുതി എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പേ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. മുമ്പേ എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു ശ്രുതി. 18 വയസ്സ് ആകുന്നതിന് മുമ്പേ എന്നെ എൻ്റെ അമ്മ കെട്ടിച്ചു വിട്ടു. അതിൽ എനിക്കൊരു കുട്ടിയുമുണ്ട്. അവനാ ആദി. എന്നെ കല്യാണം കഴിച്ചയാൾ നേരത്തെ മരിച്ചു. പിന്നെ ശ്രുതി കരുതുന്നത് പോലെ ഞാനൊരു പണക്കാരി പെണ്ണൊന്നുമല്ല. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. എൻ്റെ അച്ഛൻ മലേഷ്യയിലാണ് എന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാ. ഇനിയൊരു വിവാഹ ജീവിതം എനിക്കില്ലെന്നാണ് ഞാൻ കരുതിയത്, ശ്രുതിയെ കാണുന്നത് വരെ. പക്ഷേ ശ്രുതിയെ കണ്ടതിന് ശേഷം ഞാനത് ആഗ്രഹിച്ചു പോയി ശ്രുതി. ഞാൻ ശ്രുതിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ശ്രുതി. ശ്രുതിയുടെ കൂടെ ജീവിക്കണം എനിക്ക്, അതാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ ഇന്നത് നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ശ്രുതിയാണ്. എന്നോട് കല്യാണപ്പുടവ കൊടുത്തിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. ഞാൻ വരണോ വേണ്ടയോ അത് പറയേണ്ടത് ശ്രുതിയാ. ശ്രുതി, ഹലോ ശ്രുതി, ഹലോ. അവനെ വിളിച്ചിട്ട് അവൾക്ക് കിട്ടുന്നില്ല. മീര ചോദിക്കുകയാണ്, എന്ത് പറ്റി?
ശ്രുതി ഫോൺ കട്ട് ചെയ്തു. നീ പറയുന്നതൊക്കെ കേട്ടിട്ട് 2 കൈയും നീട്ടി ശ്രുതി നിന്നെ അംഗീകരിക്കുമെന്ന് വിശ്വസിച്ച നീയാണ് മണ്ടി. ഇനി ഈ വിവാഹം നടക്കുമോ ശ്രുതി? ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ശ്രുതിയോട് എന്നെക്കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. ഇനി ശ്രുതി എന്ത് തീരുമാനമെടുത്താലും ഞാനത് ഉൾക്കൊള്ളും. എന്ത് വേണേലും നടക്കട്ടെ. പിന്നെ കാണിക്കുന്നത് നവീനെയാണ്. നവീൻ വണ്ടിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഫോണെടുത്ത് ഫോട്ടോ എടുത്തിട്ട് ശ്രുതിയുടെ ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്തിട്ട് പറയാണ്, ഞാൻ പറയുന്നത് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ഗതി വരുമായിരുന്നോ? എടോ ഒന്ന് വേഗം വിട്, എനിക്ക് പെട്ടെന്ന് എത്തണം അവിടെ. ഒരു പാത്രത്തിൽ പൂക്കളുമായിട്ട് രേവതി വരികയാണ്. എന്ന് ചോദിക്കുകയാണ്, തിരുമേനി പൂക്കൾ ഇത് മതിയോ? ആ മതി. വേറെ വേണോ? വേണ്ട. കല്യാണപ്പെണ്ണ് ഒരുങ്ങിയോ രേവതി? ആ ഒരുങ്ങുന്നുണ്ട്. പെട്ടെന്ന് വരാൻ പറയൂ. ആ മോളെ രേവതി, നീ ഒന്ന് ശ്രുതിയെയും കൂട്ടിയിട്ട് വാ. രേവതി പറയുന്നപ്പോൾ ശ്രുതിയുടെ കൂടെ കൂട്ടുകാരിയുണ്ട്. അതൊന്നും പോരാ, മോള് തന്നെ കൂട്ടിയിട്ട് വാ. മീര വന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ്, ശ്രുതി വിളിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. അവനെ ഒന്ന് വിളിക്ക്, എന്താണ് അവൻ്റെ തീരുമാനം എന്നറിയണമല്ലോ. വിളിച്ചു നോക്കി, ശ്രുതിയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫാ. അപ്പോൾ അവൻ്റെ തീരുമാനം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രുതി ഇവിടെ വന്ന് സംസാരിക്കുമായിരുന്നില്ലേ? എനിക്ക് ഭയം തോന്നുന്നത് ഇപ്പോഴാണ്. മീര പറയാണ്. ഒന്നും പറയേണ്ടിയിരുന്നില്ല. അപ്പോഴാണ് വാതിലിന് മുട്ടുന്ന ഒച്ച കേട്ടത്. 2 പേരും ഒന്ന് ഞെട്ടി. മീര പറയാണ്, ശ്രുതി ആയിരിക്കുമോ? അപ്പോൾ ശ്രുതി നവീനായിരിക്കും. അപ്പോഴാണ് രേവതിയുടെ ശബ്ദം കേട്ടത്. റെഡിയായോ? ആരാ? ഞാനാ രേവതി. എന്താ വന്നത്? അത് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. സമയമായില്ലേ? ശ്രുതി റെഡിയായോ? ഇല്ല, പെട്ടെന്ന് റെഡിയാവാം. പെട്ടെന്ന് ഇറങ്ങണേ. ശ്രുതി ഒരുങ്ങി വന്നോ? ഇല്ല, വന്നിട്ടില്ല. നിങ്ങൾ വേഗം റെഡിയാവാൻ നോക്ക്. ആ ശരി, ഞാൻ വേഗം റെഡിയാവാം. രേവതി അവിടെ വെയിറ്റ് ചെയ്യും. ശരി. പിന്നെ കാണിക്കുന്നത് അച്ഛമ്മയെയും അച്ഛനെയുമാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, അമ്മേ ശ്രീകാന്ത് എവിടെ? അവനിതുവരെ മാല കൊണ്ടുവന്നില്ലല്ലോ. അപ്പോൾ തിരുമേനി പറയാണ്, രേവതി കെട്ടുന്ന മാലയല്ലേ, അത് കൃത്യസമയത്ത് എത്തിക്കോളും. രേവതി കെട്ടുന്ന മാല മറ്റെവിടെയൊന്നും കിട്ടില്ല. അത് കേട്ട ചന്ദ്ര പറയാണ്, പിന്നെ വലിയ ഇൻ്റർനാഷണൽ ബ്രാൻഡല്ലേ. നിനക്കറിയോ, അവർ കെട്ടുന്ന പൂമാല വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാ. ഭാമ അത് കേട്ടപ്പോൾ പറഞ്ഞു, ചുമ്മാ തിരിയടി ചന്ദ്രേ, ഇതിനേക്കാൾ നല്ല മാലകൾ കിട്ടുന്ന കുറേ കടകൾ എനിക്കറിയാം. അവിടുന്ന് എവിടുന്നെങ്കിലും വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഇതാ ഈ മനുഷ്യനെ അവിടെ ഏൽപ്പിച്ചത്. 2 മാല കെട്ടാൻ ഇത്രയും സമയം വേണോ? അപ്പോൾ ഭാമ അവർ വെയിറ്റ് ഇടുക. അയ്യോ, ഞാനെന്തായി കാണുന്നേ? അതിനിടയിൽ ഇവനെപ്പോൾ ഈ അവിവേകം കാണിച്ചേ? എന്താ ചന്ദ്ര, എന്ത് പറ്റി? എനിക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ നടന്നു. എൻ്റെ മോനെ അവൾ വലയിൽ വീഴ്ത്തി. ഒരുത്തൻ പൂക്കാരി കുടുംബത്തിൽ നിന്ന് പെണ്ണുകൊണ്ടാതിൻ്റെ നാണക്കേട് മാറിയിട്ടില്ല. അതേ ഇവനും അവിടെ തന്നെ. ഓ, ഞാൻ എന്താ വേണ്ടേ? അയ്യോ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാണ് ചന്ദ്ര. അച്ഛൻ ചോദിക്കുകയാണ് അച്ഛമ്മയോട്, എന്താ അമ്മ ഇത്? എന്താ ചന്ദ്ര, എന്താ പ്രശ്നം? ഇതേ നോക്ക്, അവർ 2 പേരും വരുന്ന വരവ് കണ്ടില്ലേ? ഇതേ നിങ്ങളൊന്ന് നോക്കിക്കേ. അവർ ശ്രുതിക്കും ഇടേണ്ട മാല എടുത്തിട്ട് വരുന്നു. അതിനെന്താ ഇപ്പോൾ? ചന്ദ്ര അത് കണ്ട് ഒരു നിമിഷം സ്വപ്നം കാണുകയാണ്. അവർ 2 പേരും മാലയും കഴുത്തിലിട്ടിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വരുന്നതായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവർ ഇത്രയും പറഞ്ഞത്. പിന്നെ കാണുന്നത് 2 പേരുടെ കയ്യിലാണ് മാലയുള്ളത്. അപ്പോൾ അവർ അടുത്തെത്തി മാലയും കൊണ്ട്. അന്നേരം ചന്ദ്ര പിന്നെ അവരടുത്ത് ചോദിക്കുകയാണ്, എടാ നിനക്കെന്താടാ 2 മാല എടുത്തിട്ട് വരാനുള്ള ശേഷിയില്ലേ? വെയിറ്റ് ഉണ്ടമ്മേ. ഓ, പൂമാലയ്ക്ക് വെയിറ്റോ? നമ്പർ ഇളക്കല്ലേ എന്നോട്. ഇത് മണ്ഡപത്തിൽ കൊണ്ടുപോയി വെച്ചേ എന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, വേണ്ട, ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. ദേവുവിൻ്റെ കയ്യിൽ കിടന്ന മാലയും പുച്ഛത്തോടെ വാങ്ങിച്ചു അവർ. മാല കൊണ്ടുപോയി വെച്ച് അപ്പോൾ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം തുടങ്ങുകയാണ്. അപ്പോൾ തിരുമേനി പറയാണ്, വരനെയും വധുവിനെയും കൊണ്ടുവരിക. വരാം. അപ്പോൾ രേവതി ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, അമ്മ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ? അമ്മയുടെ സ്വഭാവം നിനക്കറിയുന്നത് തന്നെയല്ലേ. അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഞാനങ്ങനെ എന്ന് പറയുമ്പോഴേക്കും അമ്മ വീണ്ടും അവിടത്തേക്ക് എത്തി. അമ്മ എന്തേ കാണിക്കുന്നേ? നീയൊക്കെയല്ലേ കാണിക്കുന്നേ? എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? നീ പോ, നിൻ്റെ ഏട്ടനെ കൂട്ടിയിട്ട് വാ. പിന്നെ ദേവുവിനോട് പറയാണ്, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ? നീ പോ. പിന്നെ ഭാമയുടെ അടുത്ത് പോയിട്ട് പറയാണ്, പെൺപിള്ളേരെ പ്രസവിച്ച അമ്മയുടെ മനസ്സിൽ തീയാണെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ഇതിപ്പോൾ ആൺപിള്ളേരെ പ്രസവിച്ചിട്ടും എനിക്ക് മനസ്സമാധാനമില്ല. അവളൊക്കെ വന്ന് എപ്പോൾ വേണമെങ്കിലും ഇവനെ കൊത്തിയിട്ട് പോകാം. എനിക്ക് പേടിയാവുന്നു ഭാമേ. ശ്രുതിയെപ്പോലെ പണക്കാരിയായ ഒരു പെണ്ണിനെ ശ്രീകാന്തിനും കണ്ടെത്തണം. പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹവും നടത്തണം. ഭാമ പറയാണ്, ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം.
ചന്ദ്ര അവരുടെ മനസ്സിലിരിപ്പൊക്കെ ആലോചിച്ചിട്ട് അവിടെ നിന്ന് സന്തോഷിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.